എന്തായിടോ? കേട്ടതെല്ലാം സത്യമാണ് മുതലാളി. കൊച്ചിൻ പാലസ് വേലുബായി വിലയ്ക്ക് വാങ്ങി. കേരളത്തിലെ സകല രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരാഴ്ചക്കുള്ളിൽ അയാൾ വാരി എറിഞ്ഞത് കോടികൾ. ഈ പിശാചിന് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? മുതലാളിയെ തറപറ്റിക്കാൻ, എന്നിട്ട് ഈ കൊച്ചി മുതലാളിയുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കാൻ. താമസിയാതെ ബോംബെയിൽ നിന്ന് വീണ്ടും വൻ കപ്പലിൽ കൊച്ചി തുറമുഖത്ത് നങ്കൂരം ഇട്ടേക്കും. തടയണം. ഒരു കാട്ടിൽ ഒരു സിംഹമേ പാടുള്ളൂ. അതുപോലെ ഇവിടെ ഒരു രാജാവ് മതി. ഒരേ ഒരു രാജാവ്, ഈ ആന്റണി മുതലാളി. നമ്മളിപ്പോ എന്താ ചെയ്യാ? പണിക്കരെ, ഓ, സമയം എത്രയായിടോ? 10:30 അവിടെ നിൽക്ക്. ആരാ നിങ്ങൾ? ആന്റണി മുതലാളി വന്നെന്ന് പറ. ആന്റണി വന്നിരിക്കുന്നു ഭായിയോട് പറ. ശരി. ഭായിയെ കാണാൻ ആന്റണി വന്നിരിക്കുന്നു. വരാൻ പറയൂ. വരാൻ പറയൂ. ഭായ്, എന്താ ആന്റണി, സുഖം തന്നെയല്ലേ? വേലുഭായിയുടെ ദയ കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ എന്താ വിശേഷിച്ച്? ഭായി ഈ പാലസ് വാങ്ങിയെന്ന് കേട്ടു. നിനക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല, ഞാൻ വാങ്ങി. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഉപദ്രവിക്കരുത് വേലുഭായി. ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതല്ലേ അങ്ങയുടെ ബിസിനസ് സാമ്രാജ്യം. ഈ ഇട്ടാവട്ടത്ത് ആന്റണി എങ്ങനെയെങ്കിലും പിഴച്ചു പോയിക്കൊള്ളാം. ഇവിടെ നിന്ന് വേലുഭായി ഒഴിഞ്ഞു തരണം. കൽപ്പനയാണോ? അല്ല, അപേക്ഷയാണ്. എന്താ ആന്റണി, നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ. ഞാൻ പോയാൽ ഇവിടെ വേറൊരാൾ വരും. അപ്പോഴോ? ഫൈറ്റ് ചെയ്ത് ജയിക്ക്. ഈ വേലുഭായി ആഗ്രഹിച്ചതൊക്കെ നേടിയിട്ടുണ്ട്, ഇനി നേടുകയും ചെയ്യും. ഈ ലോകത്ത് എത്ര നേടിയാലും കൊതി തീരാത്തൊന്നുണ്ട്: പണം, ക്യാഷ്. ഞാൻ നേടിയതൊക്കെ എന്റെ കൂടെ നിന്നവർക്കെല്ലാം വാരി കോരി കൊടുത്തു. നിനക്കും തന്നിട്ടില്ലേ? എന്നിട്ടും നീ എന്നെ ചതിച്ചു. ഭായി, അന്നൊരബദ്ധം പറ്റിപ്പോയതാ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. അബദ്ധം? നിന്റെ ജന്മം തന്നെ ഒരു അബദ്ധമാണ്. നിന്റെ ബ്ലഡിലെ ജീനേ അബദ്ധമാണ്. ആന്റണി, നീ പോ. ഇല്ല, രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോവില്ല. വേലുഭായിക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത് മാസാമാസം ഞാൻ മുംബൈയിൽ എത്തിച്ചു തരാം. പോരെ? തങ്കവേലുവിന് വില പറയുന്നോടാ റാസ്കൽ. നിർത്തടാ. മുതലാളി പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ കഴുത്തിനു മുകളിൽ തലയുമായി നീ കൊച്ചി വിടില്ല. പണിക്കരെ,